നമസ്കാരം. മൈമെൻറ്റർ PSC ആപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ രണ്ടാം ഘട്ട പ്രാഥമിക പരീക്ഷയുടെ ഫേസ് 2 എക്സാമിൻ്റെ ചോദ്യപേപ്പർ, അതിൽ മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ച 20 ചോദ്യങ്ങൾ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് മാത്സിൽ നിന്ന് 10 ചോദ്യങ്ങളുണ്ടായിരുന്നു, മെൻ്റൽ എബിലിറ്റിയിൽ നിന്ന് 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആകെ 20 ചോദ്യങ്ങൾ. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡ് C ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചോദ്യത്തിലേക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നാമത്തെ ചോദ്യം, അടുത്ത നമ്പർ ഏതാണ്? 5, 6, 14, 45. ഇതിന് തൊട്ടടുത്ത നമ്പർ ഏതാണ്? അപ്പോൾ നമ്മൾ ഈ ചോദ്യപേപ്പറിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കടുപ്പമുള്ള ഒരു ചോദ്യം എന്ന് പറയുന്ന ചില ചോദ്യങ്ങൾ, എളുപ്പമായിട്ടുള്ള ചില ചോദ്യങ്ങൾ, അതായത് മൊത്തത്തിൽ ഒരു ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചത്. ഭയങ്കര പാടുമല്ല, എന്നാൽ വളരെ എളുപ്പവുമല്ല, ഒരു ആവറേജ് നിൽക്കുന്ന ഒരു ചോദ്യപേപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ നോക്കാം. 5, 6, 14, 15. ഇതിൽ അടുത്ത സംഖ്യ ഏതാണ്? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈ സംഖ്യകൾ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം. 5-ൽ നിന്ന് എങ്ങനെ 6 എത്തി, 6-ൽ നിന്ന് എങ്ങനെ 14 എത്തി? അപ്പോൾ നമ്മൾ നോക്കാം. 5-നെ 1 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 6 കിട്ടും, ഇല്ലേ? ഇപ്പോൾ ലോജിക്കൽ റീസണിങ് എല്ലാവർക്കും എല്ലാം പെട്ടെന്ന് തന്നെ കിട്ടണമെന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർക്ക് സമയമെടുത്ത് കിട്ടും, ചില ആൾക്ക് കിട്ടാത്തത് കാണും. അപ്പോൾ നോക്കുക, 5-നെ 1 കൊണ്ട് ഗുണിച്ച് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 6 കിട്ടും. അടുത്ത് 14, 6-ൽ നിന്ന് 14 എത്തണം. 6-നെ 1 കൊണ്ട് ഗുണിച്ചാൽ 6 തന്നെ, 1 കൂട്ടിയാൽ 7 കിട്ടുള്ളൂ, 14 കിട്ടില്ല. അപ്പോൾ 1 അല്ല അടുത്ത് വരുന്ന സംഖ്യ. അതിനെന്ത് ചെയ്യണം? 6 × 2 ചെയ്യുമ്പോൾ 12 കിട്ടും, ഇല്ലേ? അതിനോട് 2 കൂട്ടിയാൽ എത്ര കിട്ടും? 14 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു പാറ്റേൺ ആയില്ലേ? 5 × 1 + 1 6, 6 × 2 + 2 14. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 14 × 3 + 3 കിട്ടുമെന്ന് നോക്കി നോക്കാം. 14 × 3 എത്ര കിട്ടും? 14 × 3 2 1 42 കിട്ടും. ആ 42 3 ചേർത്താൽ എത്രയായിട്ട് മാറും? 45 മാറും. അപ്പോൾ നമുക്ക് ഓർപ്പിക്കാം, ഈ പാറ്റേണിലാണ് എന്ത് അടുത്ത നമ്പറും കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 45 × 4 + 4, 45 × 4 എത്ര കിട്ടും? 45 × 2 90, × 4 180 എന്ന് കിട്ടും. 180 4 184. അപ്പോൾ ഓപ്ഷൻ ബി ആണ് എൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, t സെക്കൻഡിൽ ഒരു കാർ സഞ്ചരിക്കുന്ന ദൂരം d = 4t² - 3 ആണ് നൽകുന്നത്. രാവിലെ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്താൽ 9:02-നും 9:03-നും ഇടയിൽ കാർ സഞ്ചരിച്ച ദൂരം എത്ര? അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഡിലീറ്റ് ചെയ്യാനാണ് ചാൻസ് കൂടുതൽ. എന്നല്ല, ഈ ചോദ്യത്തിന് പറഞ്ഞിരിക്കുന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഉത്തരം എന്തിലില്ല? നമ്മുടെ ഓപ്ഷനിലില്ല. ഇവിടെ ചോദ്യത്തിൽ നമുക്ക് നോക്കാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇക്വേഷൻ അവർ തന്നിട്ടുണ്ട്. d = 4t² - 3. അപ്പോൾ ടിക്ക് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ 1-ാമത്തെ മിനിറ്റിൽ അല്ലെങ്കിൽ 1-ാമത്തെ സെക്കൻഡിൽ അത് സഞ്ചരിച്ച ദൂരം കിട്ടും. ടിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2-ാമത്തെ സെക്കൻഡിൽ അല്ലെങ്കിൽ 2-ാമത്തെ മിനിറ്റിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ സമയം കൊണ്ട് സഞ്ചരിച്ച മുഴുവൻ ദൂരം കിട്ടും. 3 കൊടുത്തു കഴിഞ്ഞാൽ 3 മിനിറ്റ് വരെ മുഴുവൻ സഞ്ചരിച്ച ദൂരം കിട്ടും. അപ്പോൾ ഇവിടെ നോക്കാം, t സെക്കൻഡിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്തു, 9:02-നും 9:03-നും ഇടയിൽ സഞ്ചരിച്ച ദൂരം. അപ്പോൾ ഇതാ 9 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്യുന്നു, 9:02 ഇവിടെ എത്തി, 9:03 ഇവിടെ എത്തി. ഇതിനെങ്ങനെ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സഞ്ചരിച്ച മൊത്തം ദൂരത്തിൽ നിന്ന് ഇത്രയും ദൂരം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിനിടയിൽ സഞ്ചരിച്ച ദൂരം കിട്ടും, ഇല്ലേ? അപ്പോൾ ഇവിടെ 9 മണി 3 മിനിറ്റ്, അതായത് 3 മിനിറ്റ് സമയമാണ് ഇത്രയും ട്രാവൽ ചെയ്തത്. ആ 3 മിനിറ്റിൽ നിന്ന് 2 മിനിറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലുള്ള സമയം കിട്ടും, ഇതിൻ്റെ ഇടയിലുള്ള ദൂരം കിട്ടും. പക്ഷേ ഇവിടെ സെക്കൻഡ് വെച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ മിനിറ്റിലാണുള്ളത്. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ വലിയ ഉത്തരം കിട്ടത്തുള്ളൂ, ഈ ഓപ്ഷനിൽ വരുന്ന ഉത്തരം കിട്ടത്തില്ല. ഈ ചോദ്യം t മിനിറ്റിൽ എന്നായിരുന്നുവെങ്കിൽ 3 മിനിറ്റും 2 മിനിറ്റും കൊടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്തു നോക്കാം. d = 4t² - 3. ചോദ്യത്തിൽ t സെക്കൻഡാണ്, അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട മിനിറ്റിലാണെങ്കിൽ, ഞാൻ അടുത്ത ഫേസ് എഴുതുന്ന ആൾക്കാർ കൂടി പ്രയോജനമാകുന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോൾ 3 മിനിറ്റ് വരെ സഞ്ചരിച്ച ദൂരത്തിൽ നിന്ന് 2 മിനിറ്റ് വരെ സഞ്ചരിച്ച ദൂരത്തെ കുറച്ചാൽ അവയ്ക്കിടയിൽ സഞ്ചരിച്ച ദൂരം കിട്ടും, ഇല്ലേ? അങ്ങനെയെങ്കിൽ 4 × 3² - 3-ൽ നിന്ന് 4 × 2² - 3 എന്ന് പറയുന്ന സംഖ്യ കുറച്ചാൽ, സമയം കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? അതിനിടയിൽ സഞ്ചരിച്ച ദൂരം കിട്ടും. 3-ൻ്റെ സ്ക്വയർ 9, 9 × 4 36, 36-ൽ നിന്ന് 3 കുറച്ചാൽ എത്രയെന്ന് കിട്ടും? 33 മൈനസ് 2-ൻ്റെ സ്ക്വയർ 4, 4 × 4 12, 4 × 4 16, 16-ൽ നിന്ന് 3 കുറച്ചാൽ 13. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഉത്തരം എന്തായിട്ട് മാറും? 33-ൽ 13 കുറച്ചാൽ 20 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി ആകുമായിരുന്നു എൻ്റെ ശരി ഉത്തരം. പക്ഷേ ഇവിടെ സെക്കൻഡ് എന്നായതുകൊണ്ട് എന്തില്ല,
ഇതിന് ഉത്തരവില്ല. ഈ ചോദ്യം ഡിലീറ്റ് ചെയ്യും. പിന്നെ കൺഫേം ആയിട്ട് നമുക്ക് PSCയുടെ ആൻസർ കീ, ഒഫീഷ്യൽ ആൻസർ കീ വന്നാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ക്വസ്റ്റ്യനിലെ കണ്ടീഷൻ വെച്ചിട്ട് ഇത് നമുക്ക് ആൻസർ കിട്ടത്തില്ല. അടുത്ത ചോദ്യം നോക്കാം. PQ എന്നത് കേന്ദ്രം O ഉള്ള ഒരു വൃത്തത്തിൻ്റെ വ്യാസമാണ്. Pയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വായിക്കുന്നതിലൂടെ തന്നെ ചെയ്തു പോകാം. എൻ്റെ കയ്യിലൊരു സർക്കിളുണ്ട്. O എന്ന് പറയുന്നതാണ് ആ സർക്കിളിൻ്റെ സെൻറ്റർ. സർക്കിളിൻ്റെ സെൻറ്ററിൽ കൂടി ഒരു വര കടന്നു പോകുന്നു. അതിന് നമ്മൾ ഡയമീറ്റർ, വ്യാസം എന്ന് വിളിക്കും. അത് PQ ആണെന്നും ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ചോദ്യം നോക്കാം. Pയിൽ ടാൻജൻറ്റ് വരയ്ക്കുക. P എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ എന്ത് വരയ്ക്കുന്നു? ടാൻജൻറ്റ് വരയ്ക്കുന്നു. അപ്പോൾ എന്താണ് ടാൻജൻറ്റ് തൊടുവര? ഒരു ടാൻജൻറ്റ് റേഡിയസുമായിട്ട് അല്ലെങ്കിൽ ഡയമീറ്ററുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും എന്നുള്ള പോയിന്റ് ഓർത്താൽ മാത്രമേ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. PQ എന്ന് പറയുന്ന ഡയമീറ്ററിൽ P എന്ന് പറയുന്ന ടാൻജൻറ്റ് വരച്ചു. രണ്ടാമതായിട്ട് R എന്ന് പറയുന്ന ഒരു പോയിന്റ് വൃത്തത്തിൽ അടയാളപ്പെടുത്തുക. ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു, R. ഇനി SP ടാൻജൻറ്റിനെ സംയോജിക്കുന്ന QR നിർമ്മിക്കുക. അതായത് QR എന്ന് പറയുന്ന ലൈനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തു. അത് കൂട്ടുമുട്ടിയ പോയിന്റാണ് S. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ, നമ്മൾ ഡിഗ്രി ലെവൽ വരുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ അത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് മലയാളം ക്വസ്റ്റ്യനിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനായിരിക്കും അവർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ അവർ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിനെ ഡയറക്റ്റ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്താണ് എന്താക്കി മാറ്റുന്നത്? മലയാളമാക്കി മാറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ, മീനിങ്ങിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചില വാക്കുകളൊക്കെ വിട്ടുപോകാം. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എന്തിൽ വരാറുണ്ട്? മലയാളം ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ കണക്ക് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ള പരീക്ഷകൾ എഴുതുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് തന്നെ വായിച്ച് ശീലിക്കുക? ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ തന്നെ വായിച്ച് ശീലിക്കുക. തീരെയും പറ്റുന്നില്ലെങ്കിൽ മാത്രമേ എന്തിലോട്ട് പോകാവൂ? മലയാളം ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കോ. P എന്ന് പറയുന്ന പോയിന്റിൽ നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. QR എന്ന് പറയുന്ന പോയിന്റിനെ കണക്ട് ചെയ്ത് S-ലേക്ക്, ഈ ലൈനിലേക്ക് മുട്ടിച്ചു. ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആംഗിൾ PSQ എന്ന് പറയുന്ന ഈ ആംഗിൾ 48 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ആംഗിൾ PQR എത്ര? PQR ഇതിനിടയിലുള്ള ആംഗിൾ എത്ര? ഇവിടെ നോക്കിക്കോ. PQS എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ അല്ലേ? ഒരു ട്രയാങ്കിളിൻ്റെ ടോട്ടൽ ആംഗിൾ മൂന്നാളോട് കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 എന്ന് കിട്ടും ഇല്ലേ? അതിൽ ഇവിടെ 48 ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ടാൻജൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ 180ൽ നിന്ന് ഈ 90യും 40യും കൂടെ കൂട്ടിയിട്ട് മാറ്റി വെച്ചാൽ പോരെ, കുറച്ചാൽ പോരെ? 90 + 48, അതായത് 180 - 90ഉം 48ഉം കൂട്ടുമ്പോൾ 138 എന്ന് കിട്ടും. 180ൽ നിന്ന് 138 കുറച്ചാൽ എത്ര കിട്ടും? 42 എന്ന് കിട്ടും. ഓപ്ഷൻ B ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ കഴിവതും എന്ത് തന്നെ വായിക്കുക? ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തന്നെ വായിച്ച് ചെയ്യുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്തിലോട്ട് പോവുക? മലയാളം ക്വസ്റ്റ്യനിലേക്ക് പോവുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ഡിസിപ്ലിൻ എന്ന് എഴുതിയിരിക്കുന്നത് CHRB സംതിങ് കുറച്ച് അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ കോഡിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ എഴുതുന്നത്? അപ്പോൾ നമ്മൾ ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്ന വാക്കിനെ എങ്ങനെയാണ് ഇതാക്കി മാറ്റിയെന്ന് നോക്കണം. ഇവിടെ അക്ഷരങ്ങളുടെ എണ്ണം എടുക്കാം. 1 2 3 4 5 6 7 8 9 10 അക്ഷരങ്ങളാണ് ഡിസിപ്ലിൻ ഉള്ളത്. ഇവിടെ 1 2 3 4 5 6 7 8 9 10 അവിടെയും 10 അക്ഷരങ്ങൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഓരോ അക്ഷരങ്ങളെ വെച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മാറ്റിയിട്ടുള്ളത്. D എന്തായിട്ട് മാറി? C ആയിട്ട് മാറി. അപ്പോൾ D എങ്ങനെ C ആവും? ഒന്ന് കുറഞ്ഞു അല്ലേ? ഡിയിൽ നിന്ന് കുറഞ്ഞു. അതായത് ABCD. D എന്തായി? C ആയി. അടുത്ത രണ്ടാമത്തെ അക്ഷരം I എന്തായി? H ആയി. വീണ്ടും പറഞ്ഞു നോക്കാം. ABCDEFGHI. H കഴിഞ്ഞാണ് I വരുന്നത്. അപ്പോൾ I എന്തായിട്ട് മാറി? H ആയിട്ട് മാറി. ഒരു അക്ഷരത്തിനോടൊന്ന് ശരിയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. S എന്തായിട്ട് മാറി? R ആയിട്ട് മാറി. PQRS. S R ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ നോക്കിക്കോ, എല്ലാ അക്ഷരങ്ങളും എന്തായിട്ട് മാറുന്നു? ഒരക്ഷരം പിറകിലേക്ക് പോകുന്നു ഇല്ലേ? അങ്ങനെയെങ്കിൽ എഡ്യൂക്കേഷൻ എങ്ങനെ എഴുതും? E എന്ന് പറയുന്നതിന് തൊട്ട് മുമ്പിൽ എന്തായിരിക്കും? D ആണ്. ഡിക്ക് തൊട്ട് മുമ്പിൽ എന്താണ്? C ആണ്. യുവിന് തൊട്ട് മുമ്പിൽ PQRSTU. അപ്പോൾ T കഴിഞ്ഞാണ് U വരുന്നത്. അപ്പോൾ യുവിന് മുന്നിൽ T. അടുത്ത സിയുടെ മുന്നിൽ ആരാണ്? B. അടുത്ത് എയുടെ മുന്നിൽ ആരാണ്? എയുടെ മുന്നിൽ അക്ഷരങ്ങളില്ല. അപ്പോൾ അത് എങ്ങോട്ടേക്ക് പോകും? ഇസഡിലേക്ക് പോകും ഇല്ലേ? തൊട്ട് മുമ്പിൽ സൈക്ലിക്കായിട്ട് വരുമ്പോൾ. ഇവിടെ ഞാൻ ഇത്ര എഴുതാൻ കാരണം നമ്മൾ ആദ്യത്തെ ലെറ്റർ D കണ്ടുപിടിച്ചു. അപ്പം നമുക്ക് A ഓപ്ഷനും അല്ല, B ഓപ്ഷനും അല്ല എന്ന് പറയാം. രണ്ടാമത്തെ അക്ഷരം C. അപ്പോൾ ഇതിൽ രണ്ടിലും D C ഓക്കെ. അടുത്ത മൂന്നാമത്തെ അക്ഷരം T അതും ഓക്കെ. നാലാമത്തെ അക്ഷരം രണ്ടിലും B അത് ഓക്കെ. അഞ്ചാമത്തെ അക്ഷരം ഇസഡും ബിയും. അപ്പോൾ എന്തല്ല? B അല്ല, ഓപ്ഷൻ C ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം. ആബേലിനൊരു സഹോദരൻ ടോം ഉണ്ട്.
അപ്പോൾ നമുക്കിത് പറയുന്നതിന് ഇവിടെ വരച്ചു പോകാം. ആബേൽ ഇവിടെ ഇരിക്കുന്നു, അവൻ്റെ സഹോദരനാണ് ടോം. നമുക്ക് നോക്കാം, ഡെന്നിസിൻ്റെ മകനാണ് ആബേൽ, അതായത് നേരെ തിരിച്ച് ആബേലിൻ്റെ അച്ഛനാണ് ഡെന്നിസ്. ഡെന്നിസിൻ്റെ പിതാവാണ് ഡാനി. ഈ ഡെന്നിസിൻ്റെ പിതാവാണ് ആര്? ഡാനി. അങ്ങനെയെങ്കിൽ ബന്ധത്തിൻ്റെ കാര്യത്തിൽ ടോം ഡാനിയുടെ ആരാണ്? ഇവർ തമ്മിലുള്ള ബന്ധമാണ് ചോദിച്ചേക്കുന്നത്. മകൻ്റെ മകൻ, ഇവർ രണ്ടുപേരും സഹോദരങ്ങളല്ലേ, അപ്പോൾ ഇത് രണ്ടും ആരുടെ മക്കളാണ്? ഡെന്നിസിൻ്റെ മക്കളാണ്. അപ്പോൾ മകൻ്റെ മകനാണ് ആര്? ടോം. അതായത് ആരായിട്ട് വരും? പേരക്കുട്ടിയായിട്ട് വരും. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിൽ നിൽക്കുന്നു. ഒരു പെൺകുട്ടി രണ്ടറ്റത്തു നിന്നും 17-ാം സ്ഥാനത്താണ്. അങ്ങനെയെങ്കിൽ ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? ഇങ്ങനെ ഒരു ലൈനിൽ മുന്നിൽ നിന്ന് എത്രാമത്, പിന്നിൽ നിന്ന് എത്രാമത് എന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ നിന്ന് എത്രാമത് എന്നുള്ള സ്ഥാനം എഴുതുക, പ്ലസ് പിന്നിൽ നിന്നുള്ള സ്ഥാനം എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ മുന്നിൽ നിന്ന് എത്രാം സ്ഥാനത്താണ്? 17-ാം സ്ഥാനത്താണ്. പിന്നിൽ നിന്ന് എത്രാം സ്ഥാനത്താണ്? 17-ാം സ്ഥാനത്താണ്. ഈ ഉത്തരത്തിൽ എന്ത് കുറയ്ക്കുക? 1 കുറയ്ക്കുക. 17ഉം 17 കൂട്ടിയാൽ എത്ര കിട്ടും? 34 കിട്ടും. 34 1 കുറച്ചാൽ 33. അതായത് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അത് ലോജിക്ക്. ഇപ്പോൾ 5 പേര് നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുക. മുന്നിൽ നിന്ന് മൂന്നാമത്, പിന്നിൽ നിന്ന് മൂന്നാമത്. അപ്പോൾ മുന്നിൽ നിന്ന് മൂന്നാമത്, പിന്നിൽ നിന്ന് മൂന്നാമതെങ്കിൽ രണ്ടും കൂടെ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. 3 + 3 6. 6 - 1 എത്ര? 5. 5 പേരല്ലേ നമ്മുടെ ലൈൻ ഉണ്ടായിരുന്നത്. അപ്പോൾ മുന്നിൽ നിന്ന് മൂന്നാമത്, പിന്നിൽ നിന്ന് മൂന്നാമതാണെങ്കിൽ ഒരാൾ. ആ ലൈനിലാകെ എത്ര പേര് കാണും? 5 പേര് കാണും. ഓക്കെ, അടുത്ത ചോദ്യം. കാട്, മൃഗശാല, കടൽ. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. കാട്, മൃഗശാല. കാട്ടിലുള്ള ജീവികളെ നമ്മൾ കൊണ്ടിട്ടേക്കുന്ന സ്ഥലമാണ് ഇത് മൃഗശാല, സൂ. അങ്ങനെ കടലിലുള്ള ജീവികളെ, കടലിലുള്ള എന്താണ്? മീനുകളല്ലേ. മീനുകളെ കൊണ്ടിട്ടേക്കുന്ന സ്ഥലമാണ് അക്വേറിയം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ചോദ്യം. 5, 10, 26, 50 എക്സെട്ര 170. ഇതിൽ ആ വിട്ടുപോയിരിക്കുന്ന പദം ഏതെന്ന് കണ്ടുപിടിക്കുക. അതായത് 50 കഴിഞ്ഞ് 170 മുൻപ് വരുന്ന ടേം ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 5 എങ്ങനെ 10 ആയി, 10 എങ്ങനെ 26 ആയി എന്നൊന്ന് നോക്കണം. 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 2² പ്ലസ് 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4നോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? 5 കിട്ടും. അപ്പോൾ 2ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാം. ഇനി 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 10ന് 3ൻ്റെ സ്ക്വയർ പ്ലസ് 1 എന്ന് എഴുതാമല്ലോ. അപ്പോൾ എത്ര കിട്ടും? 9 എന്ന് കിട്ടും. അടുത്ത ഈ പാറ്റേൺ ശരിയാണോ നോക്കാം. 4ൻ്റെ സ്ക്വയർ, അടുത്ത് വരേണ്ട 4ൻ്റെ സ്ക്വയർ ആണ്. 4ൻ്റെ സ്ക്വയർ 16. 16നോട് 1 കൂട്ടിയാൽ എന്തേ വരുള്ളൂ? 17 വരുള്ളൂ, 26 അല്ല. അപ്പോൾ നമുക്ക് അടുത്ത നമ്പറും ചിന്തിച്ച് നോക്കാം. 5ൻ്റെ സ്ക്വയർ 25. 25നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 26 കിട്ടും. അങ്ങനെയെങ്കിൽ ഒരു ജസ്റ്റ് നോക്കുക. 2, 3, 5 ഇങ്ങനെയല്ലേ സംഖ്യകൾ വരുന്നത്? ഇതെന്ത് സംഖ്യകളാണ്? അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സ് ആണ് അല്ലേ. അപ്പോൾ പ്രൈം നമ്പറുകളുടെ സ്ക്വയറിനോട് 1 കൂട്ടിയാൽ എന്ത് കിട്ടും? എൻ്റെ ഉത്തരം കിട്ടും. അപ്പോൾ അടുത്ത പ്രൈം നമ്പർ ഏതാണ്? 7. 7ൻ്റെ സ്ക്വയറിനോട് 1 കൂട്ടി നോക്കാം. 7ൻ്റെ സ്ക്വയർ 49. 49നോട് 1 കൂട്ടിയാൽ എത്ര കിട്ടും? 50 കിട്ടും. അങ്ങനെയെങ്കിൽ അടുത്ത സംഖ്യ ഏതായിരിക്കും? 7 കഴിഞ്ഞ് വരുന്ന അഭാജ്യ സംഖ്യ, പ്രൈം നമ്പർ 8 ഇല്ല, 9 ഇല്ല, 10 ഇല്ല, 11 ആണ്. 11ൻ്റെ സ്ക്വയർ പ്ലസ് 1. 11ൻ്റെ സ്ക്വയർ 121. 121നോട് 1 കൂട്ടിയാൽ 122. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യം. 237 ഡിവൈഡ് ബൈ ഏതോ ഒരു നമ്പർ ചെയ്തപ്പോൾ 23,700 കിട്ടി. 2 0 അധികമായിട്ട് വന്നു. ഇപ്പോൾ 2 0 അധികമായിട്ട് വരണമെങ്കിൽ ഡിവൈഡ് അല്ല ചെയ്യേണ്ടത്, മൾട്ടിപ്ലൈ ആണ് ചെയ്യേണ്ടത് അല്ലേ. 100 കൊണ്ട് ഗുണിക്കണം. ഇവിടെ പക്ഷേ ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേത് സംഖ്യകളെ ഗുണിച്ചാൽ എനിക്കിത് കിട്ടും? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പറ്റില്ല. അപ്പോൾ ഓപ്ഷൻ എ നമുക്ക് കളയാം. അതുപോലെ തന്നെ 100 കൊണ്ട് ഗുണിച്ചാലും കിട്ടില്ല, ഡിവൈഡ് ചെയ്താലും കിട്ടില്ല. അപ്പോൾ നമുക്ക് രണ്ടും കളയാം. ഇനി 2 പേരുണ്ട്. 0.1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആ പോയിന്റ് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു പൂജ്യമുള്ള സംഖ്യ 10 കൊണ്ട് ഗുണിക്കും, താഴെയും മുകളിൽ. അപ്പോൾ 2370 കിട്ടത്തുള്ളൂ. അപ്പോൾ അല്ല, ഓപ്ഷൻ ബി ആണ് എൻ്റെ ശരി ഉത്തരം. നമുക്ക് നോക്കി നോക്കാം. 237 ഡിവൈഡ് ബൈ 0.01. പോയിന്റ് കഴിഞ്ഞ് 2 സംഖ്യ, 2 പൂജ്യമുള്ള 100 കൊണ്ട് താഴെയും മുകളിലും ഗുണിക്കുന്നു. അപ്പോൾ മുകളിൽ എന്തായിട്ട് മാറും? 23,700 ഡിവൈഡ് ബൈ താഴെ 2 പൂജ്യവും 2 സ്ഥാനവും മാറി 1 ആയിട്ട് മാറും. അപ്പോൾ ഉത്തരം 23,700 എന്ന് തന്നെ കിട്ടും.
ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഖ്യകളിൽ ഏതാണ് 9 കൊണ്ട് ഹരിക്കാവുന്നത്? വീണ്ടും വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്താൽ മതി? അക്കങ്ങളുടെ തുക കണ്ടാൽ മതി. അക്കങ്ങളുടെ തുക കറക്റ്റ് 9 ആണ് കിട്ടുന്നതെങ്കിൽ എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 9 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. 1, 4, 7, 5. അപ്പോൾ ഇവരെ തമ്മിൽ കൂട്ടി നോക്കുക. 4 1 കൂട്ടിയാൽ 5, 5 5 10 7 17. 17 1 7 കൂട്ടിയാൽ എത്ര കിട്ടും? 8 കിട്ടും. 9 കിട്ടിയില്ല. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 3 4 7 1. 7 3 10 4 15 1 16 അല്ലേ? 7 3 10 14 1 15. 15 5 1 കൂട്ടുമ്പോൾ 6 കിട്ടും. വീണ്ടും ഇതും പറ്റില്ല. അടുത്ത ഓപ്ഷൻ 5 4 9, 9 1 10, 10 1 18. 18 8 1 കൂട്ടിയാൽ എത്ര കിട്ടും? 9 കിട്ടും. ഓപ്ഷൻ സി ആണ് എൻ്റെ ശരി ഉത്തരം. 5418 എനിക്ക് എത്ര കൊണ്ട് ഭാഗിക്കാൻ പറ്റും? 9 കൊണ്ട് ഭാഗിക്കാൻ പറ്റും. അടുത്തൊരു ചോദ്യം, എക്സ്പോണൻസ് എന്ന് പറയുന്ന മേഖലയും ചോദിച്ചൊരു ചോദ്യമാണ്. 7x+2 = 49(2x - 3) ആണെങ്കിൽ എക്സിൻ്റെ മൂല്യം എന്ത്? നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് എടുത്ത ടോപ്പിക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എല്ലാം വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള ഇതേ സെയിം മോഡലുള്ള ചോദ്യങ്ങൾ നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ആപ്ലിക്കേഷൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ, ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയും ആപ്ലിക്കേഷനിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ജോയിൻ ചെയ്യുക. ഇനി വരുന്ന LDCക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം നോക്കാം. 7x+2 = 49(2). ആ 49 എനിക്ക് എങ്ങനെ എഴുതാം? 7² എന്ന് എഴുതാം. 7² (2x - 3). ഇവിടെ 7x+2 = ഒരു നമ്പറിൻ്റെ പവറിലൊരു സംഖ്യ, അതിൻ്റെ പവറിൽ വേറൊരു സംഖ്യ. അപ്പോൾ എന്ത് ചെയ്യുക? പവറുകളെ തമ്മിൽ ഗുണിക്കുക. 7(2 × 2x - 3). ഇടയിൽ ഈക്വൽ ആണ്, രണ്ട് സൈഡിലെ നമ്പർ ഉണ്ട്, രണ്ടിടത്തും ബേസ് സെയിം ആണ്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? പവറും സെയിം ആയിരിക്കും. x+2 = 2 അകത്തേക്ക് കൊടുത്ത് എഴുതാം 4x - 6. എക്സുകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം, സംഖ്യകളെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ 2 -6 അപ്പുറത്ത് വരുമ്പോൾ +6 = +6 ഇപ്പുറത്ത് വരുമ്പോൾ -x ആവും. 4x നിന്ന് ഒരു x പോയാൽ 3x. അപ്പോൾ 8 = 3x എന്ന് കിട്ടും. എക്സ് കണ്ടുപിടിക്കാനായിട്ട് 3 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം, ഡിവൈഡ് ചെയ്യാം. x = 8/3 എന്ന് കിട്ടും. ഓപ്ഷൻ ബി ആണ് എൻ്റെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ ആകെ തുക 8ഉം ഉൽപ്പന്നം 15ഉം ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക എത്രയാണ്? അപ്പോൾ നമുക്കിവിടെ വീണ്ടും ഒരു പ്രശ്നമുണ്ട്. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യനെ വായിക്കുക. ഇംഗ്ലീഷിൽ അവർ പറഞ്ഞിട്ടുണ്ട് അവയുടെ റെസിപ്രോക്കലിൻ്റെ സം എത്രയാണെന്നാണ് ഇംഗ്ലീഷിൽ ചോദിച്ചിരിക്കുന്നത്. മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് വായിക്കുമ്പോൾ എന്ത് ചെയ്യില്ല, ഇത് വായിക്കുമ്പോൾ ഈ പരസ്പര സംഖ്യ എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത് എപ്പോഴും പ്രിഫറൻസ് എന്തിനു കൊടുക്കുക? ഇംഗ്ലീഷ് ക്വസ്റ്റ്യന് തന്നെ കൊടുക്കുക. ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ തീരെ മനസ്സിലായില്ലെങ്കിൽ മാത്രം എന്തിലോട്ട് പോകാവൂ? മലയാളത്തിലേക്ക് പോകാവൂ. അപ്പോൾ നമുക്കിവിടെ ചോദ്യം നോക്കാം. രണ്ട് സംഖ്യകളുടെ ആകെ തുക 8. അപ്പോൾ സംഖ്യകളെ ഞാൻ എ എന്നും ബി എന്നും വിളിച്ചു. അവരെ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 8 കിട്ടും. ഉൽപ്പന്നം 15. ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗുണിതം. അവരെ ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 15. a × b = 15 ആണെങ്കിൽ അവയുടെ പരസ്പര സംഖ്യകളുടെ തുക, അവരുടെ റെസിപ്രോക്കലിൻ്റെ സം എത്രയാണെന്നാണ് മീനിങ്. എയുടെ റെസിപ്രോക്കൽ എന്താണ്? 1/a. ബിയുടെ റെസിപ്രോക്കൽ എന്താണ്? 1/b. ഇവരെ തമ്മിൽ കൂട്ടണം. നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. b × 1 b പ്ലസ് a × 1 a ഡിവൈഡ് ബൈ a × b ab. നമുക്കറിയാവുന്ന ആൾക്കാരായില്ലേ? a + b എനിക്ക് എത്രയെന്ന് അറിയാം? 8 എന്നറിയാം. ഡിവൈഡ് ബൈ a × b എത്രയെന്നറിയാം? 15 എന്നറിയാം. 8/15 എന്ന് കിട്ടി. വെട്ടിച്ചെറുതാക്കാൻ പറ്റുമോ? ഇല്ല. 8/15 ആണ് എൻ്റെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ കോഡ് സി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 63ാമത്തെ ചോദ്യം, രണ്ട് പോസിറ്റീവ് സംഖ്യകളുടെ അനുപാതം 5:6 ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഗുണിതം ഗുണിക്കുമ്പോൾ 480 ആണെങ്കിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുമ്പോൾ ഈ 6 ആരെയാണ് സൂചിപ്പിക്കുന്നത്? അയാൾ എത്ര? ഓക്കെ, റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. 5:6 എന്ന് പറയുന്ന റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. റേഷ്യോയെ നമ്പറാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഒരു എക്സ് കൊടുക്കും. നമ്പറിന് ഒരു എക്സ് കൊടുക്കും. അപ്പോൾ സംഖ്യകൾ 5x-ഉം 6x-ഉമായിട്ട് മാറി. സംഖ്യ കിട്ടി. ഇവയുടെ ഉൽപ്പന്നം ഇവയെ ഗുണിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 480 കിട്ടും. 480.
ഗുണിച്ച് നോക്കാം. 5 × 6 30, x × x x² ഈക്വൽ ടു 480. എനിക്ക് എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? 30 അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. x² ഈക്വൽ ടു 480 ഡിവൈഡ് ബൈ 30, 0 0 വെട്ടിപ്പോയി, 48/3 ഉത്തരം 16. അപ്പോൾ x² ഈക്വൽ ടു 16, എക്സ് ഈക്വൽ ടു √16, സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ റൂട്ടായിട്ട് മാറും. 16 റൂട്ട് എത്രയാണ്? 4. അപ്പോൾ എക്സ് ആണ് എനിക്ക് കിട്ടിയത്. എൻ്റെ ചോദ്യം വലിയ സംഖ്യ ഏത്? വലിയ സംഖ്യ ഏതാണ്? RXഉം 5x ആണ് എൻ്റെ സംഖ്യകൾ. വലിയ സംഖ്യ RX അല്ലേ? RX അതായത് 6 × 4 ഈക്വൽ ടു 24. ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം വീണ്ടും നമ്മൾ സ്ഥിരം ചെയ്ത് പഠിച്ച ചോദ്യം തന്നെയാണ്. തുടർച്ചയായ 4 ഒറ്റ സംഖ്യകളുടെ ആകെ തുക 976 ആണെങ്കിൽ ആ 4 അതായത് ആ 4 പേരിൽ 4 സംഖ്യകളുണ്ടല്ലോ, ആ 4 പേരിൽ ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ ഏത്? നമുക്ക് എന്ത് ചെയ്യാം? തുക തന്നിട്ടുണ്ട്, അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാമല്ലോ. തുകയെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? ശരാശരി കിട്ടും, ആവറേജ് കിട്ടും. അപ്പോൾ 976നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 4 9 എത്ര പ്രാവശ്യം? 2 പ്രാവശ്യം 8 ആയി. പിന്നെ ഇവിടെ 9 ആണ്, അപ്പോൾ മിച്ചം 1 ഉണ്ട്, അത് അടുത്ത ആളിന് കൊടുത്തു, 17 ആയി. 17ൽ 4 പ്രാവശ്യം 16, വീണ്ടും മിച്ചം 1 16 ആയി. 16ൽ 4 പ്രാവശ്യം. അപ്പോൾ 244 ആവറേജ്. എന്തിന് ആവറേജ് കണ്ടുപിടിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ സംഖ്യകൾ തരുമ്പോൾ ആവറേജ് നമ്പർ എന്ന് പറയുന്നത് കൃത്യം നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും. ആ സംഖ്യാശ്രേണി, അതായത് ഇവിടെ ഇപ്പോൾ കോമൺ ഡിഫറൻസ് വരുന്ന നമ്പറിൽ, ഇതിപ്പോൾ ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ 2 വെച്ച് കൂടിപ്പോകുന്ന സംഖ്യകളാണ്. അങ്ങനെ ഒരു ശ്രേണി രൂപത്തിലുള്ള സംഖ്യകളാണ് തന്നിട്ടുള്ളതെങ്കിൽ ആവറേജ് എന്ന് പറയുന്നത് കൃത്യം നടുക്ക് വരുന്ന സംഖ്യയായിരിക്കും. ഇവിടെ ചോദ്യത്തിൽ 4 ഒറ്റ സംഖ്യകളുടെ ആകെ തുക 244 എന്ന് പറയുന്ന ആവറേജ് എന്തല്ല? ഇരട്ട സംഖ്യയല്ല. ഞാൻ പറഞ്ഞു കൃത്യം നടുക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ 2 ഓരോ നമ്പറുണ്ട്, ഇവിടെയും ഓരോ നമ്പറുണ്ട് അല്ലേ? 1 2 3 4 ആകെ 4 സംഖ്യയുണ്ട്. 4ൻ്റെ കൃത്യം നടുക്ക് വരുന്ന സംഖ്യ അതാണെന്ത്? 244. എൻ്റെ ചോദ്യം ഒറ്റ സംഖ്യയാണ്. അപ്പോൾ മുന്നിലേക്ക് ചിന്തിക്കാമല്ലോ. 244 തൊട്ട് മുന്നിലെ ഒറ്റ സംഖ്യ ഏതാണ്? 243. അതിന് മുന്നിലെ ഒറ്റ സംഖ്യ 241. ഏറ്റവും ചെറുതാണ് ചോദിച്ചത്, 241. 241 ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം എയും ബിയും. എയും ബിയും 12 ദിവസം കൊണ്ടും എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ടും ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുമെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് ആ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കാം? വർക്ക് ആൻഡ് ടൈം പഠിച്ച സമയത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറഞ്ഞൊരു ടോപ്പിക്കാണ്, ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഈ ടൈപ്പ് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. ഇവിടെ നോക്കാം, എയും ബിയും സിയും. എയും ബിയും കൂടെ ഒരുമിച്ച് ചേർന്ന് എത്ര ദിവസത്തിൽ? 12 ദിവസത്തിൽ ജോലി പൂർത്തിയാക്കും. എയും സിയും ചേർന്ന് 8 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. ബിയും സിയും ചേർന്ന് 6 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും. അങ്ങനെയെങ്കിൽ ബിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം വേണം? എന്ത് ചെയ്യണം? ആദ്യം ഇവരുടെ 3 പേരുടെ LCM കാണാം. തന്നേക്കുന്നതിൽ വലുത് 12 ആണ്. 12ൻ്റെ അടുത്ത ഗുണിതം എടുക്കാം, 24. 24നെ 12 കൊണ്ടും 8 കൊണ്ടും 6 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 24 LCM കഴിഞ്ഞു. LCM കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി 24നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2, 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3, 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4. അതായത് എയും ബിയും കൂടെ ചേർന്ന് ഒരു ദിവസം 2 ജോലി, എയും സിയും ചേർന്ന് ഒരു ദിവസം 3 ജോലി, ബിയും സിയും ചേർന്ന് ഒരു ദിവസം 4 ജോലി ചെയ്യും. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ച് ചെയ്താൽ, അതായത് A + B + A + C + B + C എത്ര ജോലി ചെയ്യും? 2 3 5 ഒന്നല്ല, 2 3 5 5 4 9. 9 ജോലി ഒരു ദിവസം ചെയ്യും. ഇതിൽ 2 A ഉണ്ട്, 2 B ഉണ്ട്, 2 C ഉണ്ട്. അപ്പോൾ 2 × A + B + C എത്രയാണെന്ന് കിട്ടും? 9 എന്ന് കിട്ടും. അപ്പോൾ A + B + C എന്ന് പറയുന്നത് 9 ഡിവൈഡ് ബൈ 2 എന്നാവും. ഇവിടെ നോക്കുക, എനിക്ക് ബി മാത്രമായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. എയും സിയും കൂടി ചേർന്ന് ഒരു ദിവസം എത്ര ജോലി ചെയ്യും? 3 ജോലി ചെയ്യും അല്ലേ? അപ്പോൾ ഇതിനെ 3A + B = 9/2 എന്ന് എഴുതാം. B = 9/2 - 3. ഇവിടെ താഴെ ഒന്നുണ്ടെന്ന് സങ്കല്പിക്കുക, ക്രോസ് ചെയ്യുക. 1 × 9 9 മൈനസ് 2 × 3 6/2. 9ൽ 6 കുറച്ചാൽ 3. B = 3/2. അതായത് ബിയുടെ കഴിവാണ് നമുക്ക് കിട്ടിയത് ഇല്ലേ? ആകെ ജോലിയെ കഴിവ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ദിവസം വേണമെന്ന് കിട്ടും അല്ലേ? കഴിവിനെ ദിവസം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ജോലിയുടെ എണ്ണം കിട്ടും. നേരെ തിരിച്ച് ആകെ ജോലിയെ കഴിവ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 24 ആകെ ജോലി. അതിനെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ 2 എവിടെ പോവും? മുകളിൽ പോവും. അത് പറഞ്ഞു
ഒരു സംഖ്യ ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അത് 24നെ 3/2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുമ്പോൾ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3ഉം 24ഉം 8 പ്രാവശ്യം 8 × 2 16. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഇതൊക്കെ ക്ലാസ് കണ്ടവർക്ക് എല്ലാവർക്കും വളരെ എളുപ്പമായിരിക്കും ചോദ്യങ്ങൾ. അല്ലാതെ കുറച്ച് നമ്മളല്ലാതെ ചിന്തിച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ അല്ലാതെ ചിന്തിച്ച് ചെയ്യാനായിട്ട് നിൽക്കുവാണെങ്കിൽ കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം, ഒരു ക്ലോക്കിൻ്റെ സൂചി 4:50 എന്ന് പറയുമ്പോൾ 4 മണി 50 മിനിറ്റ് ഏത് കോണിലാണ് ചരിഞ്ഞിരിക്കുന്നത്? അതായത് ആ 2 സൂചി ഉണ്ടല്ലോ, ഒരു മണിക്കൂർ സൂചിയും ഒരു മിനിറ്റ് സൂചിയും. 3, 9, 6, 12, 4. എനിക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം ഞാൻ വരച്ചു. 4 മണി 50 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഈ അളവായിരിക്കും. ഇതല്ല, 4 മണിയാകുമ്പോൾ കറക്റ്റ് 4 നേരെ നിൽക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കുറച്ച് താഴോട്ട് നീങ്ങും ഇല്ലേ, ഇങ്ങനെയായിട്ട് മാറും. ഇതാണ് മണിക്കൂർ സൂചി, ഇതാണ് മിനിറ്റ് സൂചി. വരച്ചതിലുള്ള പ്രശ്നം. അപ്പം നോക്കുക, ഇവരുടെ ഇടയിലുള്ള ആംഗിൾ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ഇല്ലേ, 30h - 11/2m മോഡുലസ് ഓഫ്, അതായത് ഇതിൻ്റെ വാല്യൂ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പോസിറ്റീവ് ഉത്തരം എടുക്കാവും. 30h, h എന്ന് നടക്കുന്നത് അവർ മണിക്കൂർ, m എന്ന് പറയുന്ന മിനിറ്റ്, എത്ര മിനിറ്റ് എന്ന് കൊടുക്കുക. 30 ഇൻറ്റു എത്ര മണിയാണ്? 4 മണി മൈനസ് 11/2 മിനിറ്റ് എത്രയാണ്? 50 മിനിറ്റ്. 2ഉം 50ഉം വെട്ടി 25 പ്രാവശ്യം. 30 × 4 120 മൈനസ് മോഡുലസ് ഉണ്ട് 120 മൈനസ് 11 × 25 275 എന്ന് വരും. 275ൽ നിന്ന് 120 കുറച്ചാൽ മൈനസ് 155 എന്ന് വരും. മോഡലസ് ആണ്, അപ്പോൾ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഉത്തരം എന്തായിട്ട് എടുക്കത്തുള്ളൂ? പോസിറ്റീവായിട്ട് എടുക്കത്തുള്ളൂ. 155 ഡിഗ്രി. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. 4 മണി 50 മിനിറ്റിൽ അവരുടെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 155 ഡിഗ്രി ആയിരിക്കും. അടുത്ത ചോദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ചോദ്യം. 2:11. അടുത്ത് 3:2 ഏതോ ഒരു സംഖ്യ, ഏത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ മെൻ്റൽ അബിലിറ്റി റീജിയനിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ പ്രത്യേകത ഓരോ ആൾക്കാരും ഓരോ ലോജിക്കിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാറി വരാം. അപ്പോൾ നമുക്കിവിടെ 2 എങ്ങനെയോ 11 ആയി, അങ്ങനെയെങ്കിൽ 3 എത്രയാകും എന്നാണ് മീനിങ്. 2നെ എന്ത് ചെയ്ത് 11 ആക്കാം? കൂട്ടുക കുറയ്ക്കുക എന്നുള്ള മീനിങ് എടുക്കരുത്. സ്ക്വയർ എടുക്കുക, ക്യൂബ് എടുക്കുക, അല്ലെങ്കിൽ ആ സ്ക്വയർ എടുത്ത് കൂട്ടുക, ക്യൂബ് എടുത്ത് കൂട്ടുക, അങ്ങനെ വേണം ചിന്തിക്കാൻ. എപ്പോഴും ഇങ്ങനെ വരുന്ന റീസണിങ് ഭാഗത്തു നിന്ന് വരുന്ന ചോദ്യങ്ങളിൽ ഒരു പ്രത്യേക നമ്പർ കൊണ്ട് കൂട്ടുക, നമ്പർ കൊണ്ട് കുറയ്ക്കുക എന്നുള്ള മീനിങ് അല്ല. സ്ക്വയറോ ക്യൂബോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ആണെങ്കിൽ കൂട്ടാനോ കുറയ്ക്കാനോ ആയിരിക്കും. ഇത് വലിയ വ്യത്യാസമല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 2 എങ്ങനെയോ 11 ആയി. 2ൻ്റെ സ്ക്വയർ എടുത്ത് എന്തെങ്കിലും ചെയ്താലാവോ? 2ൻ്റെ സ്ക്വയർ എടുത്താൽ എത്ര കിട്ടും? 2ൻ്റെ സ്ക്വയർ 4. 4നോട് ഒരുപാട് വലിയ സംഖ്യ കൂട്ടേണ്ടി വരും. അപ്പോൾ വേണ്ട. 2ൻ്റെ ക്യൂബ്, 2ൻ്റെ ക്യൂബിനോട് 8, 8നോട് 3 കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്കിത് അടുത്ത് ചെയ്ത് നോക്കാം. 3ൻ്റെ ക്യൂബ്. ഇവിടെ ഒരു പാറ്റേൺ ഇല്ലേ, 2x + x എന്ന രൂപത്തിലല്ലേ ഇത് കിടക്കുന്നത്. അപ്പോൾ 2ൻ്റെ ക്യൂബിനോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. അങ്ങനെയെങ്കിൽ 3ൻ്റെ ക്യൂബിനോട് 3 കൂട്ടിയാൽ എത്ര കിട്ടും? 3ൻ്റെ ക്യൂബ് 27, 27നോട് 3 കൂട്ടിയാൽ 30. അപ്പോൾ എൻ്റെ ഉത്തരം ഓപ്ഷൻ എ. ഓപ്ഷൻ എ 30 എൻ്റെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, ഒരു മാസത്തിലെ 6ാം ദിവസം വ്യാഴാഴ്ചയേക്കാൾ 2 ദിവസം മുമ്പാണെങ്കിൽ, 2 ദിവസം മുമ്പെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വ്യാഴത്തിന് മുമ്പ് ബുധൻ, അതിന് മുമ്പ് ചൊവ്വ. അപ്പോൾ 6ാമത്തെ ദിവസം എന്ന് പറയുന്നത് ട്യൂസ്ഡേ, ചൊവ്വ. 18ാമത് ദിവസം എന്തായിരിക്കും? 6ാം തീയതി ചൊവ്വയാണെങ്കിൽ 18ാമത്തെ ദിവസം എന്തായിരിക്കും? നമുക്ക് പല രീതിയിൽ ചെയ്യാം. 7, 8, 9, 10 അടുത്തടുത്തുള്ള നമ്പർ അല്ലേ. അപ്പോൾ 7, 8, 9, 10 അങ്ങനെ വെച്ച് ചെയ്ത് വേണമെങ്കിലും പോവാം. അപ്പം എന്തുണ്ട്? 7, 8, 9, 10 പിന്നെ ഒരു 8 ദിവസം, 14 ദിവസം ഉണ്ട് ഇതിന് ബാക്കി. നമുക്ക് നോക്കാം. ചൊവ്വ കഴിഞ്ഞ് നമുക്ക് സിമ്പിളായിട്ട് വേറെ ഇക്വേഷനോ തകല പോകുന്ന ആലോചിക്കുന്നു അങ്ങനെയൊന്നും വേണ്ട. സിമ്പിളായിട്ട് ചിന്തിക്കാം. ചൊവ്വ കഴിഞ്ഞ് ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഓപ്ഷൻ സി ആണെന്ത്? എൻ്റെ ശരി ഉത്തരം. ആ 2 ദിവസം മുമ്പാണ്. ക്വസ്റ്റ്യൻ കണ്ട ഉടനെ വ്യാഴാഴ്ച എന്ന് എടുക്കാതെ ആ 2 ദിവസം മുമ്പ് എന്ന വാക്ക് ശ്രദ്ധിച്ചാൽ എന്ത് കിട്ടും? സിമ്പിളായിട്ട് ഉത്തരം കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ എത്ര ത്രികോണങ്ങളുണ്ട്?
ഇത് ത്രികോണങ്ങൾ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതാ ഈ രൂപം വന്നു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എത്ര എണ്ണം കാണും? 3 എണ്ണം കാണും. 1, 2, പിന്നെ ഒരു വലുതുണ്ട് 3. അപ്പോൾ ആ ഐഡിയ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം എടുക്കാം. 1, 2, 3, 4, 5. 5 പേരുണ്ട്. പിന്നെ ഒരു വലുതുണ്ട്. പിന്നെ അടുത്ത് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഒന്നുണ്ട്. 1, 2, 3, 4, 5, 6. 6 പേര് വേറെയുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ 5, 1, 6, 6, 6 എത്ര? 12. വേറെ ഏതെങ്കിലും ത്രികോണങ്ങളോടെ ഉണ്ടോ? ഇല്ല, 12. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. അപ്പം ചെറിയ ത്രികോണങ്ങളുടെ എണ്ണം നമ്മൾ എടുത്തു. അതിനുശേഷം 2 പേര് വീതം വരുന്ന ത്രികോണങ്ങൾ നോക്കാം. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അടുത്ത് ഇവിടെ 3 ഉണ്ട്, 4, 5, പിന്നെ ഏതായിരുന്നു? 6, പിന്നെ അകത്ത് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി 12 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, മാത്സിൽ നിന്ന് അവസാനമായിട്ടുള്ള ചോദ്യം. ദീപക് 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്ന് തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തിയാണ്, എൻ്റെ കൂടെ നമുക്കൊന്ന് ചെയ്തു പോകാം. ദീപക്, ആദ്യം നമ്മൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സൈഡിൽ എന്ത് ചെയ്തു? ഡയറക്ഷൻസ് വരച്ചു വെച്ചു. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. മലയാളത്തിലാണ് ചോദ്യം. കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്. നമുക്ക് നോക്കാം. ദീപക് ഇവിടെ നിൽക്കുവാണ്. 1 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പോൾ ഇങ്ങോട്ട് എന്ത് ചെയ്തു? 1 കിലോമീറ്റർ നടന്നു. തെക്കോട്ട് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടക്കുന്നു. അപ്പോൾ താഴേക്ക് തിരിഞ്ഞ് 5 കിലോമീറ്റർ നടന്നു. വീണ്ടും കിഴക്കോട്ട് തിരിഞ്ഞ് 2 കിലോമീറ്റർ നടന്നു. 2. ഇതിനുശേഷം വടക്കോട്ട് തിരിഞ്ഞ് 9 കിലോമീറ്റർ നടന്നു. ഇപ്പോൾ അവൻ തൻ്റെ ആരംഭ പോയിന്റിൽ നിന്ന്, സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് നിന്ന് എത്ര അകലെയാണ്? അതായത് ഈ ദൂരം. ഇവർ തമ്മിലുള്ള ദൂരമാണ് അറിയേണ്ടത്. ചരിഞ്ഞ ലെങ്തും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. ഒരു ട്രയാങ്കിൾ ആയിട്ട് മാറും. ഇത്രയും ദൂരം 2 ആണെങ്കിൽ ഇതും എന്ത് തന്നെയായിരിക്കും? 2 തന്നെയായിരിക്കും അല്ലേ? ഇത്രയും ദൂരം 5, ഇത് മൊത്തം 9. അങ്ങനെ ഇത് ഇത്രയും എന്തായിരിക്കും? 5 ആയിരിക്കും. ഈ മൊത്തം 9 ആണ്, അതിൽ ഇത്രയും 5. അപ്പോൾ ബാക്കി എത്ര? 4. അപ്പോൾ ഞാൻ ആ ട്രയാങ്കിൾ മാത്രം ഒന്ന് മാറ്റി വരച്ചു. താഴെ 3 ആണ്, ഇവിടെ 4 ആണ്. കുത്തനയിൽ നടന്നത് വളഞ്ഞൊന്നും പോയില്ലല്ലോ. അപ്പോൾ അവിടെ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഇത് എന്ത് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളുടെ ഏറ്റവും വലിയ വശം കർണം കണ്ടുപിടിക്കാൻ, ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? പൈതഗോറസ് തിയറം. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഇവിടെ 3 ആണ്. 3ൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് 4, 4ൻ്റെ സ്ക്വയർ. 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 25 എന്ന് കിട്ടും. അതായത് ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ 25, ഹൈപ്പോട്ടനസ് 25ൻ്റെ റൂട്ട് എത്രയാണെന്ന് കിട്ടും? 5 എന്ന് കിട്ടും. അതായത് ആരംഭിച്ച സ്ഥലത്ത് നിന്ന് അവസാനിച്ച സ്ഥലത്തേക്ക് അവൻ എത്ര ദൂരത്തിലാണ്? 5 കിലോമീറ്റർ ദൂരത്തിലാണ്. അപ്പോൾ ഇത്രയുമായിരുന്നു മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ. നമ്മൾ മൊത്തത്തിലൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു, എന്നാൽ കുറച്ച് കുഴപ്പിക്കുന്നതെന്ന് പറയുമ്പോൾ ലോജിക്കിൻ്റെ, റീസണിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കുറച്ച് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അത്. വളരെ പാട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അപ്പോൾ അത്യാവശ്യം ചെയ്യുന്നവർക്ക് അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യനുമായിരുന്നു. അതിൽ ഒരു ക്വസ്റ്റ്യൻ, ആ ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യനിൽ സമയം അവർ സെക്കൻഡിലാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സെക്കൻഡ് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓപ്ഷനിലുള്ള ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. മിനിറ്റാണ് എടുക്കുന്നതെങ്കിൽ ആ ഉത്തരത്തിലേക്ക് എത്താം. അതുകൊണ്ട് ആ ചോദ്യം ക്യാൻസൽ ചെയ്യാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ ബാക്കി ഫൈനലായിട്ട് എന്താണെന്നുള്ളത് PSCയുടെ പ്രൊഫഷണൽക്ക് വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ടൈം ആൻഡ് വർക്കും മറ്റ് എക്സ്പോണൻറ്റും തുടങ്ങി പല മേഖലയിലും ചോദിച്ച ചോദ്യങ്ങൾ നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത ക്ലാസ് തന്നെയാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ടൈപ്പ് തിരിച്ച് പറഞ്ഞ ചോദ്യങ്ങൾ തന്നെയാണ് എടുത്തത് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വരാൻ പോകുന്ന LDCക്ക് വേണ്ടിയിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇപ്പോൾ കഴിഞ്ഞവർ ഇതിൽ തെറ്റിയവരുണ്ടെങ്കിൽ അവർ വിഷമിക്കേണ്ട, അത് മാറ്റി വയ്ക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഇനി അടുത്ത് LD ഉണ്ട്, മറ്റ് പല എക്സാമുകൾ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന എക്സാമൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.